ഒരു അമുസ്ലിം സഹോദരി അവരുടെ ഫേസ്ബുക്കിലൂടെ മുസ്ലിം സമുദായത്തിലെ ചില ആളുകളെ ഉപദേശിക്കുന്നത് കേട്ട് എന്റെ തൊലി ഉരിഞ്ഞുപോയി. അതോടൊപ്പം ആ സഹോദരിക്ക് ഒരു ബിഗ് സല്യൂട്ടും നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു ആ ഉപദേശം. എന്തിന് പറ്റുമടോ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞു നടക്കുന്ന ഇത് ചെയ്തിട്ടുള്ള ആളുകൾ. ഈ വിഷയത്തിൽ ഒരു അമുസ്ലിം സഹോദരിക്കുള്ള ബോധം പോലും മുസ്ലിം എന്ന പേര് വെച്ച് നടക്കുന്ന ആളുകൾക്ക് ഇല്ലാതെ പോയോ? ആ ഉപദേശം നമുക്കിന്ന് വായിക്കാം. അനുജ എന്നാണ് ആ സഹോദരിയുടെ പേര്. പൊന്നു മനുഷ്യരെ, നല്ലൊരു റമദാൻ മാസമാണ്, നോമ്പുകാലമാണ്. ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് നോമ്പ് പിടിച്ചാൽ പോരെ. പകരം എന്തിനാ ഈ പട്ടിഷോ? സത്യമാണ് സഹോദരി, എല്ലാവരെയും അല്ല കേട്ടോ. കേരളത്തിൽ ആർട്ടിഫിഷ്യൽ മതേതരത്വത്തിന്റെ ആവശ്യമൊന്നുമില്ല എന്നെങ്കിലും മനസ്സിലാക്കൂ. നോമ്പ് തുറക്കുന്ന തൊട്ടു മുന്നേ ദ്വാ ചെയ്യണം എന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾ അത് ചെയ്യൂ. പകരം കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് ഗണപതിയുടെ പാട്ട് പാടിച്ച് നോമ്പ് തുറപ്പിച്ച് മതേതരത്വം കാണിക്കേണ്ട കാര്യമെന്താ? നിങ്ങൾ വിശ്വാസികളാണോ? ആ വിശ്വാസം മുറുകെ പിടിക്കുക, അതിനൊപ്പം നടക്കുക. അതല്ലേ അതിന്റെ ശരി. സത്യമാണ് ഈ സഹോദരി പറഞ്ഞത്. യഥാർത്ഥത്തിൽ അത് മതേതരത്വമല്ല, മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ വേർപെട്ടു പോകുന്ന ഒന്നാണത്. ഓരോ മതവിശ്വാസിയും അവന്റെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് അവൻ ആ മതത്തിന്റെ ആളാകുന്നത്. ഒരു മതത്തിൽ നിന്ന് മറ്റു മതസ്ഥരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യുമ്പോൾ അവൻ നിൽക്കുന്ന മതമേതാണോ അതിനെ ധിക്കരിക്കലാണ്, അതിൽ നിന്ന് പുറത്തു പോകലാണ്. ഇതിന് മതേതരത്വം എന്നല്ല പറയുക, മത നിന്ന എന്നാണ് പറയുക. ഒരു ഹൈന്ദവ വിശ്വാസിയോ ഒരു ക്രിസ്തീയ വിശ്വാസിയോ മുസ്ലിം ആചാരങ്ങൾ പിൻപറ്റുന്നതല്ല മതേതരത്വം, അത് മതനിന്ദയാണ്. ഇതിന്റെ പേരിൽ ഒരാളും ആ മുസ്ലിം സഹോദരിയെ പൊങ്കാലയിടാൻ നോക്കരുത്. അവരെ ചീത്ത പറഞ്ഞുകൊണ്ട് ഇവളാരാ ഞങ്ങൾ ഉപദേശിക്കാൻ, മുസ്ലിം സമുദായത്തെ നിന്ദിച്ചു കളഞ്ഞു എന്നൊന്നും പറഞ്ഞ് ആരും വരേണ്ടതില്ല. ബോധം നഷ്ടപ്പെട്ട നിങ്ങൾക്ക് ബോധം നൽകിയവരാണവർ. ഒരിക്കൽ കൂടി ആ സഹോദരിക്ക് ബിഗ് സല്യൂട്ട്.